നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ദിലീപിനെ കുഴിച്ചുമൂടി കുഴി തോണ്ടി പുതയ്ക്കാൻ വരട്ടെ. ചിലപ്പോൾ ചില ട്വിസ്റ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അഭിഭാഷകന്റെ ആത്മവിശ്വാസവും അഭിഭാഷകന്റെ ധൈര്യവും വിളിച്ചു പറയുന്നത് അത്തരം ചില സൂചനകൾ കൂടിയാണ്. ചരിത്രവിധിയായിരിക്കും വരാൻ പോകുന്നത്. കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും 4000-ഓളം പേജുകൾ വരുന്ന ഒരു വിധി പ്രസ്താവന നടത്താൻ പോകുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. ദിലീപ് ഇപ്പോൾ അഭിഭാഷകന്റെ ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. അല്പസമയം മുൻപ് 5-6 പ്രതികളുടെ പ്രതിഭാഗം വക്കീലായിട്ടുള്ള അഭിഭാഷകനായിട്ടുള്ള KB സാബുവിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. KB സാബു പറയുന്നത് ആത്മവിശ്വാസത്തിന്റെ മൂർധന്യാവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെയാണ് KB സാബു അദ്ദേഹം വാക്കുകൾ പറയുന്നത്. അതായത് കോൺസ്പിറസി തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഇത് തെളിവുകൾ ഫാബ്രിക്കേറ്റ് ചെയ്ത തെളിവുകൾ ഉണ്ടാക്കിയെടുത്ത ഒരു കേസാണ്. കോൺസ്പിറസി തെളിയിക്കാനായിട്ടില്ല. പ്രതികൾ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ പ്രതികൾ നേരിട്ടൊന്നും പങ്കെടുത്തിട്ടില്ല, ഈ ഒരു കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടുതൽ വാദപ്രതിവാദങ്ങൾ ഉന്നയിക്കാൻ ഇപ്പോൾ കഴിയില്ല, അതങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. ഇനി നിമിഷ നേരങ്ങൾ മാത്രമാണ് ബാക്കി. ഏതായാലും കോൺസ്പിറസി തെളിയിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിടത്തു നിന്നുമാണ് ആ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് തെളിയിക്കുന്നത്. എന്തായാലും ചാനലുകൾ ഒന്നടങ്കം ദിലീപിനെ കുഴിമൂടി പുതയ്ക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായി തന്നെ ദിലീപിന്റെ പത്മസരോവരത്തിലേക്ക് ഡ്രോൺ പകർത്തി അതിൽ നിന്നും ദൃശ്യങ്ങൾ ശേഖരിക്കാനായി ശ്രമിച്ചിരുന്നുവെങ്കിലും ദിലീപ് കുടമറച്ച് കുടയുടെ മറവിൽ ഒളിച്ചു പാത്തുമാണ് ഇന്നോവയിൽ കയറി പോയത്. ഇന്നോവയിൽ കയറി അല്പസമയം മുൻപ് തന്നെ ഈ കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അഭിഭാഷകന്റെ മുറിയിലാണ് ഇപ്പോൾ ദിലീപ് ഉള്ളത്. കുടമറച്ച് ദിലീപ് പോകുന്ന ഗതികേടൊക്കെ ആലോചിക്കുമ്പോൾ ജനക്കൂട്ടത്തിനിടയിൽ ദിലീപേട്ട എന്ന ആരവങ്ങളുടെ ഇടയിലേക്ക് ദിലീപ് വന്ന നെഞ്ചും കരളും ഹൃദയവും ഒക്കെ വിരിച്ചു നിന്ന ദിലീപ് അവിടെ നിന്നും ഒരു മനുഷ്യന്റെ കയ്യിലിരിപ്പും ചെയ്തികളും കൊണ്ട് ഇപ്പോൾ കുടമറച്ച് പുറത്തിറങ്ങേണ്ട ഗതികേടിലേക്ക് കാര്യങ്ങൾ കൂപ്പുകുത്തിയിരിക്കുന്നു എന്ന് വ്യക്തമാകുമ്പോൾ എന്തായിരിക്കും വിധി എന്നുള്ളതാണ്. വിധി ഇനി അതിജീവിതയ്ക്ക് അനുകൂലമല്ലെന്നുണ്ടെങ്കിൽ ഹർജിയുമായി മുൻകോടതിയിലേക്ക് പോകും, ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി പ്രതികളും ഹർജിയുമായി കോടതിയിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത ഉണ്ടാകുന്നത്. എന്തായിരിക്കും വിധി എന്നുള്ള കാര്യം അല്പസമയത്തിനകം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. പൾസർ സുനി 1-ാം പ്രതിയാണ്. പൾസർ സുനി മുതൽ 9 പ്രതികളാണ് ഈ കേസിലുള്ളത്. അതിൽ 8-ാം പ്രതിയാണ് ദിലീപ്. ആദ്യം ഒരു തരത്തിലും ഈ ഒരു സ്ക്രീനിലെ ഉണ്ടാകാതിരുന്ന വ്യക്തിയാണ് ദിലീപ്. ആ ദിലീപാണ് ഇപ്പോൾ 8-ാം പ്രതി ആയിരിക്കുന്നത്. ഇവിടെ നിലവിൽ 9-ാം പ്രതി മറ്റൊരു കേസിൽ അകപ്പെട്ട് ജയിലിനകത്താണ്. ബാക്കിയുള്ള എല്ലാവരും തന്നെ ഇപ്പോൾ ജാമ്യം ലഭിച്ച പുറത്താണ്. ഹണിയും വർഗീസ് കൃത്യസമയത്ത് തന്നെ 10 മണിയോടുകൂടി തന്നെ കോടതിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. 3215 ദിവസത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ഇന്ന് വിധി വരുമ്പോൾ ആർക്കായിരിക്കാം എന്നുള്ള ആർക്ക് അനുകൂലമായിരിക്കാം എന്നുള്ള ഒരു നീക്കമുണ്ട്. എന്തായാലും ദിലീപിനെ പുതയ്ക്കാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ദിലീപിന്റെ നെഞ്ചത്ത് വെക്കാൻ റീത്തൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ചാനലുകാർ. പക്ഷെ എന്തായിരിക്കും ട്വിസ്റ്റ് എന്ന് കണ്ടറിയേണ്ടതുണ്ട്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനും ഇത് തന്നെയായിരുന്നു അവസ്ഥ. എന്നാൽ രാഹുൽ മാങ്കൂട്ടം വിഷയം ഇപ്പോൾ തൽക്കാലത്തേക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ട് അവിടെ വെച്ചിരിക്കുന്നു, പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ദിലീപിനെ അവർ കിട്ടിക്കഴിഞ്ഞു. ദിലീപിനെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വ്യക്തമാകുന്നു. പക്ഷെ അപ്പോഴും ദിലീപ് ആക്രമണം നേരിടാൻ യോഗ്യനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും കോടതിയുടെ വിധി വരട്ടെ, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം. പക്ഷെ അപ്പോഴും ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരു അഭിഭാഷകന്റെ ഇത്രയും ഒരു കോൺഫിഡൻസ് ആണ് നമുക്കൊരു സംശയം ജനിപ്പിക്കുന്നത്. മാത്രവുമല്ല അതിജീവിത കോടതിയിലേക്ക് നേരിട്ട് എത്തിയിട്ടില്ല. അതിജീവിത വീട്ടിലിരുന്നുമാണ് വിധി പ്രസ്താവന കേൾക്കുന്നത്. അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എന്താകും നടക്കാൻ പോവുക എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. 8-ാം പ്രതി കോടതിയിലേക്കൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ആകാശ ദൃശ്യങ്ങളിൽ നിന്നും കണ്ണു മറയ്ക്കാനായി ഒക്കെ തന്നെ ഒളിച്ചും പാത്തുമാണ് പാവം ദിലീപ് അവിടേക്ക് എത്തുന്നത്. എന്തായാലും കോടതിയിലേക്ക്, എറണാകുളം സെഷൻസ് കോടതിയിലേക്ക് ദിലീപ് എത്തിയിരിക്കുകയാണ്. അല്പസമയം മുൻപ് പ്രതികളുടെ അഭിഭാഷകൻ പറഞ്ഞ വാക്കുകൾ നോക്കുകയാണെങ്കിൽ, പ്രതികളുടെ അഭിഭാഷകന്റെ ഒരു പ്രതികരണം നോക്കുകയാണെങ്കിൽ, പ്രതികൾ നേരിട്ട് തെറ്റൊന്നും തന്നെ ചെയ്തിട്ടില്ല, അവർ ശിക്ഷിക്കപ്പെടില്ല, അവർ തെറ്റുകാരാണ് എന്ന് പറയത്തക്ക വിധത്തിൽ ഒരു തരത്തിലുമുള്ള തെളിവുകളില്ല എന്നായിരുന്നു അഭിഭാഷകൻ പറഞ്ഞത്. എങ്കിലും ദിലീപിന് യാതൊരുവിധ കോൺഫിഡൻസും മുഖത്ത് കാണുന്നില്ല എന്നുള്ളതാണ്. ദിലീപിന്റെ നെറ്റിയിൽ നിറയെ ചന്ദനക്കുറികളുണ്ട്. ഇന്ന് രാവിലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തിയിട്ടുണ്ടാകണം. അതുവേണ്ടിട്ടായിരിക്കണം രാവിലെ തന്നെ ഒരു ഇന്നോവ പുറത്തേക്ക് പോയത്. അതിനുശേഷം ദിലീപ് 9:45 കൂടി തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അതിനുശേഷം നേരെ പോകുന്നത് കോടതിയിലേക്ക് എത്തുന്നു. ആദ്യം പോയത് കോടതിയിലെ അഭിഭാഷകന്റെ മുറിയിലേക്കാണ്. അവിടെ ആത്മവിശ്വാസവും ആത്മധൈര്യവും പകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിലും തിരികെ ഇറങ്ങിയ ദിലീപിന്റെ മുഖത്ത് അത്ര ആത്മവിശ്വാസമോ ധൈര്യമോ ഇല്ല. മാധ്യമ പടയെ കണ്ട് അക്ഷരാർത്ഥത്തിൽ ദിലീപ് വിരണ്ടുപോയി എന്ന് തന്നെ പറയാം.
ആ വിരൾച്ചയിൽ അല്ലെങ്കിൽ ആ ഒരു പതർച്ചയിൽ ഒന്നും തന്നെ മിണ്ടിയിട്ടില്ല. അഭിഭാഷക സംഘവുമായിട്ടാണ് വന്നത്. ദിലീപിന് ചുറ്റും അഭിഭാഷക വലയം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ആരും തന്നെ ദിലീപിനെ കൊണ്ട് ഒന്നും സംസാരിപ്പിച്ചില്ല. അവർ ആരും തന്നെ സംസാരിച്ചില്ല എന്നത് കൂടിയാണ് ശ്രദ്ധേയം. എന്തായാലും ദിലീപ് ഇറങ്ങി വരുന്നു. ശേഷം ദിലീപ് കാറിലേക്ക് കയറാൻ പോകുമ്പോൾ വലതുവശത്ത് കിടന്ന മറ്റൊരു കാറിലേക്കാണ് ദിലീപ് കയറിയത്. കാരണം സ്വന്തം കാർ ഏതാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ദിലീപ് പതറിപ്പോയി അല്ലെങ്കിൽ വിറച്ചുപോയി എന്ന് തന്നെയാണ് പലരും പറയുന്നത്. തീർച്ചയായും ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ തീർച്ചയായും വിധി എന്തായിരിക്കുമെന്ന് ഓർത്തൊരു വളരെ വലിയ രീതിയിലുള്ള ടെൻഷൻ ഉണ്ട്. കാരണം ജനപ്രീതി വളരെ താഴ്ന്നു പോയ, ജനപ്രീതി തന്നിൽ നിന്നും അകന്നു പോയ ഒരു വ്യക്തി വീണ്ടും ചില സിനിമകളൊക്കെ ചെയ്ത് വീണ്ടും വെള്ളിത്തിരയിലേക്ക് തിരിച്ചു വന്ന് സജീവമായി തുടങ്ങുമ്പോൾ ബബ്ബബ്ബ പോലെയുള്ള പുതിയ ചിത്രങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും എന്തായിരിക്കും തന്റെ വിധി എന്ന് ഓർത്ത് മാനസികമായി തളർന്ന നിലയിൽ തന്നെയാണ് ദിലീപിനെ കാണുന്നത്. ഏതായാലും ദിലീപ് അഭിഭാഷകന്റെ മുറിയിൽ നിന്നും നേരെ കോടതിയിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും കാറൊക്കെ തന്നെ മാറി കയറി പതർച്ചയിലാണ് പോകുന്നത്. അല്പസമയത്തിനകം തന്നെ വിധി വരും. വിധി വന്നാൽ ഉടൻ തന്നെ അതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതായിരിക്കും. എന്തായാലും ദിലീപ് പതർച്ചയിലാണ്. ഒരു തരത്തിലുമുള്ള പ്രതികരണവുമില്ല. ദിലീപിന്റെ സഹോദരൻ ദിലീപിനൊപ്പം തന്നെ ഉണ്ട്. ഇങ്ങ് വണ്ടിയുടെ അറ്റത്തേക്ക് ഇരിക്കാൻ പോയ ദിലീപിനെ മാറ്റി നടുക്കിരുത്തിക്കൊണ്ട് ദിലീപിന്റെ അപ്പുറവും ഇപ്പുറവും സഹോദരന്മാർ രണ്ടുപേരും, സഹോദരനും സഹോദരിയുടെ ഭർത്താവും, അങ്ങനെ രണ്ടുപേരും ദിലീപിനെ ഇടവും വലവും ദിലീപിനെ രണ്ട് ആളുകളുണ്ട്. ദിലീപിന്റെ പരമാവധി ദൃശ്യങ്ങൾ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നത്. ഏതായാലും ദിലീപ് വലിയ പ്രതീക്ഷയിലല്ല എന്നാണ് മനസ്സിലാകുന്നത്. അതായത് ഭയപ്പാടുണ്ട്, ഭയപ്പാടിൽ തന്നെയാണ് ദിലീപ് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഒരു തരത്തിലുമുള്ള മറുപടി ദിലീപ് നൽകിയിട്ടില്ല. മൗനം മാത്രമാണ് ദിലീപിന്റെ മറുപടി. ഒരു പക്ഷേ വിധി വന്നതിന് ശേഷം ദിലീപ് ഇനി ാലും മതി എന്നാണ് മനസ്സിലാകുന്നത്. പൾസർ സുനി ഏതായാലും കോടതിയിൽ എത്തിയിട്ടുണ്ട്. പൾസർ സുനിയുടെ അഭിഭാഷകയുമായിട്ടാണ് കോടതിയിൽ എത്തുന്നത്. മാസ്ക് വെച്ച് മുഖം മറച്ചാണ് പൾസർ സുനി എത്തിയിരിക്കുന്നത്. ഏതായാലും ചുറ്റുമുള്ള അഭിഭാഷകരെയോ ചുറ്റുമുള്ള മാധ്യമങ്ങളെയോ ഒന്നും തന്നെ മൈൻഡ് ചെയ്യാതെ അഭിഭാഷകർ വലയത്തിൽ തന്നെയാണ് ദിലീപ്. അങ്ങനെ കുറച്ച് ആളുകൾ തന്റെ മുന്നിലുണ്ട് എന്ന് പോലും ദിലീപ് ശ്രദ്ധിക്കുന്നില്ല. പതറി വെളുത്ത് പേടിച്ച് ഭയന്ന് വെളുത്ത് വിണ്ണീറായി നിൽക്കുന്ന പോലെയാണ് മുഖഭാവം കാണുമ്പോൾ വ്യക്തമാകുന്നത്. കാത്തിരുന്ന് കാണാം എന്തായിരിക്കും ദിലീപിന്റെ വിധി എന്നത്.